നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ വിവാദ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട ഒരു സംഭവമായിരുന്നു, കേസായിരുന്നു മാസപ്പടി. ആയിരുന്നു എന്ന് പറയുന്നതിൽ കഥയിലെ ആണ്. ഇപ്പോഴും ആ കേസിൻ്റെ അന്വേഷണം പൂർവാധികം ഭംഗിയായി ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. CMRൽ നിന്നും തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് വീണ വിജയൻ 2,78,00,000 രൂപ വാങ്ങി എന്നുള്ള കേസിനെ ആസ്പദമാക്കിയാണ് പിന്നീട് അന്വേഷണങ്ങൾ നടക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നു, ED അന്വേഷിക്കുന്നു. ഇതെല്ലാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമായതിൻ്റെ പേരിൽ കൂടുതൽ അതേക്കുറിച്ച് പറയുന്നില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ ED 10 മണിക്കൂർ നേരം നീണ്ട ഒരു റെയ്ഡ് നടത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവോടുകൂടി തന്നെയായിരുന്നു. തത്സമയം കേരളത്തിലെ ഏതാണ്ട് 12 ഇടങ്ങളിലാണ് ഒരേ സമയത്ത് EDയുടെ വളരെ ആസൂത്രിതമായ രീതിയിലുള്ള റൈഡ് നടക്കുന്നത്. അതിൽ കണ്ണൂരിൽ പിണറായി മുക്കിലുള്ള പിണറായി വിജയന്റെ സ്വന്തം തറവാട്ട് വീട്ടിലും പാണ്ഡ്യാല മുക്കിലുള്ള പിണറായിയുടെ സ്വന്തം തറവാട്ട് വീട്ടിലും റെയ്ഡ് നടന്നു. അതുപോലെ CMRലിൻ്റെ ഓഫീസിലും മറ്റനുബന്ധ ഇടങ്ങളിലുമെല്ലാം 12 ഇടങ്ങളിലായി റെയ്ഡ് നടന്നു. ഇവിടെ നിന്നെല്ലാം വിലപ്പെട്ട രേഖകൾ ED കടത്തിക്കൊണ്ടുപോയി. പിന്നീട് വീണ വിജയൻ്റെ HDFC ബാങ്ക് ലോക്കർ തുറന്ന് ED പരിശോധിക്കുന്നു. വീണ വിജയൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ ED എടുക്കുന്നു. അവരുടെ ബാങ്കിലുണ്ടായിരുന്ന ഏതാണ്ട് 19 കോടി രൂപയോളം കണ്ടുകെട്ടുന്നു. മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നു. പിന്നീട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസുമായി അന്വേഷിച്ച് കണ്ടെത്തിയ ഏതാണ്ട് 134 തെളിവുകൾ, അനുബന്ധ രേഖകളും EDക്ക് കൈമാറുന്നു. വീണ്ടും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുന്നു. അങ്ങനെ 2 തവണ ED വീണ വിജയനെ ചോദ്യം ചെയ്തു. ഇനിയും ചോദ്യം ചെയ്യൽ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്നലെ വീണ്ടും പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ പിണറായിലുള്ള വീട്ടിൽ ഇന്നലെ രാത്രി വീണ്ടും റെയ്ഡ് നടന്നിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നു. അതായത് വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിക്കൊണ്ടായിരുന്നു EDയുടെ റെയ്ഡ്. കാരണം വീണ വിജയൻ ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 80 സെൻറ്റോളം ഭൂമി പരിസര പ്രദേശങ്ങളിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ ഇപ്പോൾ പിണറായിലുള്ള ആ വീടിൻ്റെ വളരെ നേരത്തെ വച്ചതാണ്, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അതിൻ്റെ വലിപ്പം, ആ പറമ്പിൻ്റെ വിസ്തൃതി എന്നിവയെല്ലാം അളക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ സംശയിച്ചിട്ട് പറയും. അതായത് ഇപ്പോൾ വീണ വിജയൻ ഇങ്ങനെ സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിന് മുമ്പാണെങ്കിൽ റിയാസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അത് കാണേണ്ടതല്ലേ? സാർ, അങ്ങോട്ടേക്ക് തന്നെ പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിന് കൃത്യമായി രേഖപ്പെടുത്തുക. ഒപ്പം ഇപ്പോൾ രാജ്മോഹൻ സാർ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ എവിടെയൊക്കെ സ്വത്തുകളുണ്ട്, സ്ഥാവര ജംഗമ സ്വത്തുക്കളുണ്ട്, അതിൻ്റെ വിവരങ്ങൾ കൂടി അന്വേഷിക്കുന്നു. കൂടാതെ ഈ ഇലക്ഷൻ കമ്മീഷണർക്ക് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ പിന്നീട് പരിശോധിക്കപ്പെടുമായിരിക്കും. ഇവിടെ എനിക്ക് രാജ്മോഹൻ സാറിനോട് ചോദിക്കാനുള്ളത്, ഇതൊരു നിരന്തരമായ ഒരു പ്രോസസ്സിംഗായി മുന്നോട്ട് പോകുന്നു. EDയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കിയേ അവർ പുറകോട്ട് പോകുക. കാരണം ED ഉദ്യോഗസ്ഥന്മാർ ആക്രമിക്കപ്പെട്ടൊരു കേസ് കൂടിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ED ഡയറക്ടർ കൊച്ചിയിലേക്ക് പറന്നിറങ്ങുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടു. അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തിട്ട് പോലും രാഷ്ട്രീയമായി യാതൊരു തരത്തിലും പ്രതിരോധിക്കാൻ സാധിക്കാതെ നേരത്തെ കിട്ടിയിരുന്നു എന്ന് പറയുന്ന കേന്ദ്രത്തിൻ്റെ സഹായമൊന്നും ഈ തരുണത്തിൽ കിട്ടുന്നില്ല. ദൃഢനിശ്ചയത്തോടുകൂടി ED മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ എന്ന നേതാവിനും അദ്ദേഹത്തിൻ്റെ മകളായ വീണ വിജയനും മരുമകനായ മുഹമ്മദ് റിയാസിനുമെല്ലാം അക്ഷരാർത്ഥത്തിൽ നിയമത്തിൻ്റെ കുരുക്കൊരുങ്ങുന്നു, എവിടെയോ ഒരു ഇരുമ്പഴി ഒരുങ്ങുന്നു എന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എങ്ങനെയാണ് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു? പ്രദീപ കണക്കൂട്ടി ശരിയാണ്. അന്വേഷണം ആദ്യം തലപ്പത്ത് തുടങ്ങി അന്വേഷിച്ച് അവിടെ പിണറായി വരെ എത്തിയിരിക്കുന്നു. പിണറായി വീണയൊക്കെ ജനിച്ചു വളർന്ന് കളിച്ചു വളർന്ന വീട്ടിൻ്റെ പരിസരത്ത് വരെ ഈ അന്വേഷണം എത്തിയിരിക്കുകയാണ്. രണ്ടാം തവണ എത്തിയിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന പക്ഷേ എൻ്റെ സംശയം, ഈ കേസ് ഇപ്പം നമ്മൾ പത്രം വായിച്ചുള്ള അറിവ് വെച്ചാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ട അറിവ് വെച്ചാണെങ്കിൽ, മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ അറിവ് വെച്ചാണ്, അതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ പണ്ടേ വീണ വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെയോ അകത്താകാമായിരുന്നു. പക്ഷെ നമ്മുടെ ED ആയതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളായതുകൊണ്ട് മാത്രം ഇത്തരം പല അന്വേഷണങ്ങളും അത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കെതിരായിട്ടുണ്ടാകുമ്പോൾ അതൊരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ നിന്നു പോകുന്നതാണ്.
ഇപ്പോൾ ചിദംബരത്തിന് നമുക്കറിയാം 2G സ്പെക്ട്രം കേസ് അറിയാമായിരുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും പല കേസുകളുണ്ട്. ഈ കേസൊക്കെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മതിൽ ചാടി കിടന്നാണ് അത്രയും സാഹസികമായി ED ഇടപെട്ട ഒരു കേസ് പോലും കാണിയില്ല. ഇപ്പോൾ ആ കേസിൻ്റെ സ്റ്റാറ്റസ് എന്നാന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? അതെ, എവിടെ നിൽക്കുന്നു? അപ്പോൾ ഈ പിണറായി വിജയനൊപ്പം പക്ഷേ മാക്സിമം ഇത് എന്താണോ കേന്ദ്ര ഗവൺമെൻറ് പിണറായിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പണമാണെങ്കിൽ പണം, അധികാരമാണെങ്കിൽ അത് അല്ല പ്രതിപക്ഷ ഐക്യം തകർക്കുന്ന കോൺട്രാക്റ്റ് ആണെങ്കിൽ അത് ഇത് നടത്തിക്കൊടുക്കാൻ പിണറായി വിജയനെ നിർബന്ധിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എത്ര മുമ്പോട്ട് പോകും? അല്ല സാർ, ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുകയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. BJP സംബന്ധിച്ചിടത്തോളം കേരള നിയമസഭയിൽ 3 സീറ്റ് നേടാൻ സാധിച്ചു. പക്ഷേ BJP കേന്ദ്രം കേരളത്തിൻ്റെ ഘടകങ്ങൾ പറയുന്നത് പിണറായി വിജയൻ എന്ന കേരളത്തിലെ CPM നേതാവിനെ സംരക്ഷിച്ച് നിർത്തിയിരുന്നത് കേന്ദ്രത്തിലെ BJP നേതാക്കളായ നരേന്ദ്രമോദിയും അമിത്ഷായും നിതിൻ ഗഡ്കരി അടങ്ങുന്ന ഒരു പറ്റം നേതാക്കന്മാർ തന്നെയാണ്. CJP എന്നാണ് അവർ CPM BJP ബന്ധത്തെ പലരും വിശേഷിപ്പിച്ചിരുന്നത് പോലും. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിനെ തകർത്ത് കോൺഗ്രസ് വിമുക്ത ഭാരതം ഉണ്ടാക്കുന്നതിന് വേണ്ടി പിണറായി വിജയനെ എല്ലാ അർത്ഥത്തിലും നരേന്ദ്രമോദിയും അമിത്ഷായും വഴിവിട്ട് സഹായിച്ചിരുന്നു. അതിന് ഉദാഹരണമായി കോൺഗ്രസ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത്, അമിത്ഷാ കേരളത്തിൽ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത്, അതായത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേരളത്തിൽ പ്രസംഗിക്കുന്ന സമയത്ത് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ പരമാധികാരികളായ ഈ ഭരണകർത്താക്കൾക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് പറയുന്ന സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ സാധിക്കാതെ പോയത് എന്നുള്ളത് ചോദ്യമാണ്. കോൺഗ്രസ് ഇപ്പോഴും ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്. അതിന് കണ്ടെത്തിയൊരു ഉത്തരം, ഇവിടെ കോൺഗ്രസിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ എന്ന CPM നേതാവിനെ സംരക്ഷിച്ച് നിർത്തണം. അങ്ങനെ കോൺഗ്രസിന് തകർക്കുക, പടിപടിയായി പിണറായി വിജയൻ ചെയ്തിരിക്കുന്ന അഴിമതികളിലൂടെ CPM താനേ തകരും എന്ന് തന്നെയാണ് BJP ധരിച്ചിരുന്നത്. എന്നാൽ ഇക്കുറി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരികയും BJPക്ക് ഇടതുപക്ഷത്തിൻ്റെ തന്നെ 3 സീറ്റ് പിടിച്ചെടുക്കാൻ സാധിക്കുകയും നിയമസഭയിൽ അക്കൗണ്ട് നേരത്തെ തുറന്നതാണ് എങ്കിലും ഇപ്പോൾ ഇക്കുറി 3 MLA-മാരെ നിയമസഭയിലേക്ക് കൊല്ലം ജില്ല ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച സീറ്റ് 3 സീറ്റും ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് തന്നെയാണ് അവർ പിടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കുറെ കൂടി നേരത്തെ നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം പിണറായി വിജയൻ എന്ന ഈ നേതാവിനെ തഴുകുന്നത് ഒഴിവാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും നിയമസഭയിൽ 5 സീറ്റെങ്കിലും BJPക്ക് നേടാൻ സാധിക്കുമായിരുന്നു എന്നുള്ളൊരു ചിത്രം അവർക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ഇനിയും പിണറായി വിജയനെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് BJPയെ കേരളത്തിൽ വളർത്താൻ പറ്റില്ല. കോൺഗ്രസിന് തളർത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ BJPയെ വളർത്തണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ തകരേണ്ടത്, ശക്തി ക്ഷയിക്കേണ്ടത് CPM ആണ് എന്ന് BJP തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പേരിൽ ഇനി പിണറായി വിജയന് എന്ത് കേസുകളുണ്ടായാലും, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടലുണ്ടായാലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഇത്തരം കാര്യങ്ങൾ നോക്കി വായിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും വായിക്കും. കാരണം ഇത് ഇലക്ട്രൽ അരിത്തമെന്റേഷൻ്റെ പ്രശ്നം കൂടിയാണ്. BJP ഉന്നം വയ്ക്കുന്ന വോട്ട് ബേസ് മുഴുവനല്ല, വോട്ട് ബേസ് എന്ന് പറയുന്നത് ഹൈന്ദവ കമ്മ്യൂണിറ്റി എന്നാണ്. ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ഡോമിനൻ്റ് ഭാഗം എന്ന് പറയുന്നത് ഈഴവരാണ്. എന്നാൽ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ശ്രീനാരായണ ഗുരു പോലുള്ളവരുടെ ഇടപെടലുകൾ കാരണം ഈഴവ ഭൂരിപക്ഷം CPM-ഉമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. കാരണം ഒരു കാലത്ത് ഈഴവരുടെ പ്രധാനപ്പെട്ട കർഷക തൊഴിലാളി, ചെത്തൊഴിലാളി തുടങ്ങിയവരുടെ അവകാശ സമരങ്ങളും ട്രേഡ് യൂണിയനുമൊക്കെയായി ബന്ധപ്പെട്ട് ഈഴവ കമ്മ്യൂണിറ്റിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധം ഡെവലപ്പ് ചെയ്തു. ആ ബന്ധം ഇപ്പോഴും നിൽക്കുന്നു. കാരണം ഈഴവരെ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നു. ഒരു ഹിന്ദു പാർട്ടി എന്ന് ഏതെങ്കിലും പാർട്ടിയെ കേരളത്തിൽ വിളിക്കാമെങ്കിൽ, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സ്വാധീനമുള്ള പാർട്ടിയെ വിളിക്കാമെങ്കിൽ അത് CPM-നെ തന്നെയാണ്. പക്ഷേ BJP മറന്നുപോയി ഈ ബേസ് തകർക്കാതെ BJPക്ക് ഹിന്ദു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഒരു പരിധി വിട്ട് വളരാൻ പറ്റില്ല എന്നുള്ള സത്യം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്, കേന്ദ്രം മനസ്സിലാക്കുന്നത്. അതുവരെ കോൺഗ്രസിനെ മുഖ്യ ശത്രുവായിട്ട് കാണും. കാരണം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ നെറേറ്റീവ് വെച്ച് കേരളത്തിലെ രാഷ്ട്രീയ നെറേറ്റീവിനെ ചിത്രീകരിക്കാൻ നോക്കി, സാഹചര്യം വ്യത്യാസം. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും BJPക്ക് എൻറോൾ ചെയ്യാൻ പറ്റാത്തവരാണ്. അത് ക്രൈസ്തവ മുസ്ലിം ന്യൂനപക്ഷങ്ങളും പിന്നെ കുറേ ട്രഡീഷണൽ കോൺഗ്രസ്സിലായ നായർ ആൾക്കാരുമാണ്, അതർ കമ്മ്യൂണിറ്റീസാണ്. അപ്പോൾ ഈ പശ്ചാത്തലമുള്ളപ്പം കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ ഒരു പരിധിവരെ BJPക്ക് സാധിക്കില്ല. മറിച്ച് BJPക്ക് ജയിക്കാനുള്ള വോട്ട് സംഘടിപ്പിക്കണമെങ്കിൽ ഇടതുപക്ഷത്തുള്ള പ്രത്യേകിച്ച് അവരുടെ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ സ്വല്പമെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ.
തീർച്ചയായും ഇവിടെ ഇപ്പോൾ ED-യുടെ ഭാഗത്തു നിന്നും ഇത്ര ഊർജ്ജസ്വലമായ ഒരു അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്, കോടതി അലക്ഷ്യമായിട്ട് സംസാരിക്കുകയല്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ ശത്രുക്കളെ എതിർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു സൂചനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത് സംസാരിക്കുന്നത്. അല്ലാതെ നരേന്ദ്രമോദിയോ അമിത്ഷായോ ED ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ തകർക്കുന്നു എന്നുള്ള വാദം നമുക്കില്ല. പക്ഷേ ഇവിടെ കേരളത്തിൽ പിണറായി വിജയൻ എന്ന CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നേതാവിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന, നേതാവിൻ്റെ മകൾക്കും കുടുംബത്തിനും എതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുന്നു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച ഈ കേസിൽ സീരിയസ് ഫ്രോഡ് കണ്ടെത്തിയിരിക്കുന്നു. ഇതുപോലെ ED-യുടെ ചോദ്യങ്ങൾക്ക് വീണ വിജയന് കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ സാധിച്ചിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് തിരിച്ച് ED-യോടൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ വഴിതെറ്റിക്കുന്ന തരത്തിൽ, കേസിനെ വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള രീതികൾ വിദഗ്ധരായ അഭിഭാഷകന്മാരുടെ ഉപദേശത്തോടു കൂടി അവരങ്ങനെ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കൃത്യമായൊരു ക്രൈം നടന്നിരിക്കുന്നു എന്നുള്ളത് ED-ക്ക് ബോധ്യമായി, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ബോധ്യമായി. ഇനി കാര്യകാരണ സഹിതം ഇത് ബന്ധിപ്പിച്ച് ഒരു കാരണവശാലും നിയമത്തിൻ്റെ നൂലാമാലകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പഴുതിലൂടെ വീണ വിജയൻ രക്ഷപ്പെടാൻ പാടില്ല, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത പ്രതികൾ രക്ഷപ്പെടാൻ പാടില്ല എന്ന ധാരണയോടുകൂടി ED മുന്നോട്ട് പോകുന്നു എന്ന് വേണം ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കുറ്റമറ്റ പഴുതടച്ച അന്വേഷണത്തിലൂടെ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷണ വിധേയമാക്കപ്പെടുമ്പോൾ സമയം അല്പം ദീർഘിച്ചാലും ഇതിൽ കൃത്യമായൊരു നടപടികൾ ഉണ്ടാകും, തീർപ്പുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും വീണ വിജയൻ്റെയും റിയാസിൻ്റെയും ഭർത്താവ് റിയാസിൻ്റെയും പേരിലുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ അന്വേഷിക്കപ്പെടുന്നു. ഒപ്പം ഇപ്പോൾ പിണറായി പരിസരത്ത് വാങ്ങിയിട്ടുള്ള വീണ വിജയൻ്റെ പേരിലുള്ള ഭൂമിയുടെ വില നിലവാരം പരിശോധിക്കുന്നു. അങ്ങനെയെങ്കിൽ CMRL നിന്ന് കിട്ടിയ പണം ഏത് രീതിയിലൊക്കെ വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നു, എവിടെയൊക്കെ അത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു, എന്തിനു വേണ്ടി മുടക്കിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ED-യുടെ അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഇതൊരു പ്രഹസനം മാത്രമായി അവസാനിക്കില്ല. മാത്രമല്ല വീണ വിജയന് പണം കൊടുക്കേണ്ടതിൻ്റെ യാതൊരു ബാധ്യതയും CMRL-നില്ല. അങ്ങനെയെങ്കിൽ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ CMRL-ന് കിട്ടിയ വഴിവിട്ട സഹായങ്ങൾക്കാണ് അവർ വീണ വിജയന് സഹായം നൽകിയിരിക്കുന്നത്. അതൊരു ടിപ്പ് പോലെ നൽകിയതാണ്. യഥാർത്ഥത്തിൽ കോടിക്കണക്കിന് രൂപ പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ 1600 കോടി രൂപയുടെ 10% കണക്കാക്കുമ്പോൾ ഏതാണ്ട് 160 കോടി രൂപയോളം പിണറായി വിജയന് പലപ്പോഴായി പലരിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കിംവദന്തികളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇതെല്ലാം തെളിയിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. പിണറായി വിജയൻ്റെ മകൻ ജോലി ചെയ്യുന്ന അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കുമായി ബന്ധപ്പെട്ട് ഇത്തരം അന്വേഷണങ്ങൾ നടക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സഹായത്തോടു കൂടി അത്തരം അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ED ഊർജിതമായി മുന്നോട്ട് പോകുന്ന ഈ കേസിലൊരു തീർപ്പുണ്ടാകും. അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കുറ്റക്കാർ ജയിലഴിക്കുള്ളിലാകും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ PC ജോർജിൻ്റെ വാക്ക് കടം കൊണ്ടുകൊണ്ട് പറയാൻ സാധിക്കുകയാണെങ്കിൽ ജയിലിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് തന്നെ പിണറായി വിജയനും കുടുംബത്തിനും ഒരുങ്ങും എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.